28 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അന്വേഷിക്കുന്ന ഒരു കൊലക്കേസ്. കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു വാർത്ത കണ്ടാണ് സംഭവം അന്വേഷിച്ചത്. ആയിരത്തി 1998 ജനുവരി 25-ാം തീയതി ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ വന്തമാങ് ഗ്രാമം. ആ ഗ്രാമത്തിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബങ്ങളെ ലക്ഷ്യമാക്കി ഒരു തീവ്രവാദ ആക്രമണം നടന്നു. 23 പേർ അന്ന് മരിച്ചു വീണു. അതൊരു കൊലപാതകം മാത്രമല്ലായിരുന്നു. കാശ്മീരിൽ തീവ്രവാദം ശക്തമായിരുന്ന കാലഘട്ടത്തിൽ കാശ്മീരി പണ്ഡിറ്റുകളായ മനുഷ്യരെ വംശഹത്യ ചെയ്യുക എന്ന ലക്ഷ്യമായി നടന്ന ആസൂത്രിത ആക്രമണമായിരുന്നു അത്. ആയുധധാരികളായ തീവ്രവാദികൾ സൈനിക വേഷത്തിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ വീടുകളിൽ കയറി ചെന്ന് അവരെ വിളിച്ചിറക്കി നിഷ്കരണം വെടിവെച്ചു കൊന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ കേസിന് എന്താണ് സംഭവിച്ചത്? ഏകദേശം 28 വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വീണ്ടും ഈ കേസ് അന്വേഷണങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. 1998-ൽ ജമ്മു കാശ്മീർ പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ-ഇ-തൈബ തീവ്രവാദികളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രതികളായ തീവ്രവാദികളെ വധിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. 28 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കേസ് അന്വേഷിക്കുമ്പോൾ അന്ന് കൊല ചെയ്യപ്പെട്ട ആ 23 കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നീതി ലഭിക്കേണ്ടതിനും ആ കൂട്ടക്കൊലയ്ക്ക് സഹായിച്ചവരെയും ഇതുവരെ പുറത്തുവരാത്ത രഹസ്യ ശൃംഖലകളെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം. ഒരു ചോദ്യം: കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി പോലെ സത്യമായിരുന്നു?